തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു പുതിയ വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായി. അത് കേരളത്തിൽ ഇന്നലെ സമാപിച്ച CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലെ പുതിയ നവകേരള പരിപാടി. അത് സാമ്പത്തിക മേഖലയെ ലക്ഷ്യമാക്കിയിട്ടുള്ള പുതിയ പരിപാടികൾ CPM അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെയുള്ള ഒരു പരിപാടി ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ നമ്മൾ നോക്കിക്കാണണം എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എക്കണോമിക് റിഫോംസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പുതുമയല്ല. 1978 തുടങ്ങി വെച്ച എക്കണോമിക് റിഫോംസ് ചൈനയെ ഇന്നെത്തിച്ചിരിക്കുന്ന ഒരു വമ്പൻ സാമ്രാജ്യത്വ ശക്തിയായി മാറ്റിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അമേരിക്കയ്ക്ക് പോലും അസൂയുണ്ടാക്കുന്ന ഒരു വളർച്ച അവർ കൈവരിച്ചിരിക്കുന്നു. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ രാഷ്ട്രീയ അധികാരം കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇത് നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ അത് 78 ചൈന തുടങ്ങിയെങ്കിൽ ഏകദേശം 88 ആകുമ്പോഴാണ് ഗ്ലാസ്നോസ്റ്റ് പെരിസ്കോയിക്ക എന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ, പഴയ സോവിയറ്റ് യൂണിയൻ ഗോർബച്ചേവ് ഇങ്ങനെ ഉള്ള ഒരു എക്കണോമിക് റിഫോംസ് തുടങ്ങി വെച്ചത്. ഈ എക്കണോമിക് റിഫോം, സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള ഈ റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ തുടങ്ങിയത് തന്നെ തങ്ങളുടെ സാമ്പത്തിക വീക്ഷണം, മാർക്സിയൻ എന്ന് തങ്ങൾ വിശ്വസിച്ചിരുന്ന അടിസ്ഥാന വർഗ സാമ്പത്തിക ശാസ്ത്രം ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് മാർക്സിയൻ ഐഡിയോളജിയെ അവർ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന്, അതും ക്യാപിറ്റലിസത്തിന് ഊന്നൽ കൊടുക്കുന്ന റിഫോംസ് ആണ് ചൈനയും സോവിയറ്റ് യൂണിയനും തുടങ്ങി വെച്ചത്. സോവിയറ്റ് യൂണിയൻ ഈ പരിഷ്കാരത്തിന്റെ ആഘാതത്തിൽ തകർന്നുപോയെങ്കിൽ ചൈനയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാഷ്ട്രീയമായി ആ പരിഷ്കാരങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോഴും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിലനിൽക്കുന്നു എന്നുള്ള ഒരു സത്യവും നമ്മൾ കാണേണ്ടതുണ്ട്. സോവിയറ്റ് യൂണിയൻ അമ്പെ തകർന്ന് ഇപ്പോൾ റഷ്യ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അതും പഴയ വലിയ കോർപ്പറേഷൻസ് ഒക്കെ വലിയ വലിയ കമ്പനികളായി, മൾട്ടിനാഷണൽസായി തീർന്നിരിക്കുന്നു. റഷ്യയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് ഒളിഗാർക്ക് ആൻഡ് മാഫിയ, ഇങ്ങനെയാണ് പറയുക. ഒളിഗാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ, പണ്ടത്തെ പ്രഭുക്കൾ തന്നെ. വിപ്ലവം കൊണ്ട് അവർ തലകൊയ്യെടുക്കുകയും മാറ്റി നിർത്തുകയും ചെയ്ത പ്രഭുക്കൾ തിരിച്ചു വന്നിരിക്കുന്നു ഒരു 2-3 ജനറേഷന് ശേഷം. അതിൻ്റെ കൂടെ ലോകത്തിലെമ്പാടുമുള്ള മാഫിയ സംഘങ്ങളുടെ കേന്ദ്രമായി റഷ്യ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു നഗ്നസത്യവും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയെ അതിന് വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർ എക്കണോമിക് അരാജകത്തിന് വിട്ടുകൊടുക്കാതെ ഇപ്പോഴും വികസനത്തിന്റെ പാതയിൽ, അതായത് ഞങ്ങൾ സാമ്പത്തിക വികസനം കൊണ്ട് ഞങ്ങളുടെ ലോകത്തിലുള്ള സ്ഥാനം ഉറപ്പിക്കുക, ലോകത്തിലെ വൻപൻ ശക്തിയായി മാറുക എന്നുള്ള ഒരു തീരുമാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം അവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏത് രംഗത്താണേലും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അമേരിക്കയെക്കാളും മുമ്പിൽ നിൽക്കുകയാണ് ചൈന. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അത് വളരെ കൺട്രോൾഡ് എക്കണോമി, കൺട്രോൾ സൊസൈറ്റി ഒക്കെ ആയിട്ട്. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ പുതിയ സാമ്പത്തിക പരിപാടികളെ കുറിച്ച്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, വിദേശ സർവകലാശാലകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത് വെറും പാഴ്വേലയാണെന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് 15-20 വർഷം മുമ്പേ ചെയ്യേണ്ട സംഗതി ഇപ്പോൾ ചെയ്താൽ എന്ത് നടക്കും?
15-20 വർഷം മുമ്പേ ബാക്കിയുള്ളവർ കണ്ട് അറിഞ്ഞ് ചെയ്ത റിഫോംസ് ഇന്ന് ചെയ്താൽ എന്തിരിക്കും? 20-25 വർഷം പഴക്കമുള്ള രോഗത്തിന് ഇന്ന് ചികിത്സിക്കാൻ പോയാൽ രോഗി ജീവിച്ചിരിക്കുമോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ സാമ്പത്തിക റിഫോംസ് CPM മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. ഒരു നല്ലതാണ്. അവർ തന്നെ സമരം ചെയ്ത് പൂട്ടിച്ച ഫാക്ടറികൾ അല്ലെങ്കിൽ അവരുടേതായ ട്രേഡ് യൂണിയൻ തൊഴിലാളി വർഗത്തിന് എല്ലാ അവകാശങ്ങളും കിട്ടണം, നല്ലതാണ്. പക്ഷേ അത് ആ അവകാശങ്ങൾ കൊടുക്കാൻ കമ്പനികൾ പ്രാപ്തരാക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കേണ്ടത് തൊഴിലാളികളുടെയും സർക്കാരുകളുടെയും കടമ കൂടിയാണ് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് ചെയ്ത തൊഴിലാളി വർഗ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിസം കൊണ്ട് തകർന്നു പോയ കമ്പനികൾ, പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷവും ആർക്കും വേണ്ടാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ആക്കിയെടുത്തിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ പ്രൈവറ്റ് സെക്ടറിന്റെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ സർവകലാശാല ബില്ല് കൊണ്ടുവന്ന പോലെ ഒരു പാഴ്വേലയാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. കാര്യം എന്നാൽ മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കട്ടെ, തമിഴ്നാടാണെങ്കിലും കർണാടക ആണെങ്കിലും ആന്ധ്ര ആണെങ്കിലും തെലങ്കാന ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള റിഫോംസിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ വരാൻ പറ്റുന്ന എല്ലാ മേജർ കമ്പനികളും എല്ലാ IT സ്ഥാപനങ്ങളും വന്നു കഴിഞ്ഞു. ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞു. നമുക്കിനി എവിടുന്നാണ് കൊണ്ടുവരേണ്ടത്? ചൈനയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം വെച്ചാൽ ചൈനയുമായിട്ട് ഇന്ത്യയുടെ ബന്ധം നോർമലല്ല. അതുകൊണ്ട് ചൈനീസ് കമ്പനികളൊന്നും ഇങ്ങോട്ട് വരാൻ സർക്കാർ സമ്മതിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്ത് കണ്ടുകൊണ്ടാണ് എന്തെങ്കിലും ഒരു സ്റ്റഡി, എന്ത് റിഫോംസ് ചെയ്താലും അതിന്റെ പുറകിൽ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ഇന്ന കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു, ഇന്ന വിജയങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു പഠനം ആരെങ്കിലും നടത്തിയായി നമ്മൾ കേൾക്കുന്നില്ല. അതിന്റെ ഫലം എത്ര വർഷങ്ങൾക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ റോഡ് മാപ്പ് എന്ന് നമ്മൾ ആരും കേൾക്കുന്നില്ല. പക്ഷെ നയങ്ങൾ വ്യത്യാസമാകുന്നു. ഇത് കഴിഞ്ഞാൽ എല്ലാവരും കേരളം പുരോഗതിയുടെ പാതയിലേക്ക് ഗമിക്കും എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന നല്ലതാണ്. പക്ഷെ അത് നടപ്പിലാക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു റോഡ് മാപ്പ് ഉണ്ടാകണം. മൻമോഹൻ സിംഗ് 1991 ഇന്ത്യ എക്കണോമിക് റിഫോംസിന്റെ പാതയിലേക്ക് നയിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായ റോഡ് മാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോ സെക്ടർ, ടെലികോം സെക്ടറിൽ 1991 ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 1 കോടി ഫോണാണ്. അതായത് 60-70 കോടി ആൾക്കാർക്ക്. ഇന്ന് 140 കോടി ആൾക്കാർക്ക് 100 കോടിയിൽ കൂടുതൽ ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ ഒരു റോഡ് മാപ്പ്, അതായത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് ഈ പോളിസികൾ, ഏത് സെക്ടറാണ് നമ്മൾ തിരഞ്ഞുപിടിച്ച് ഈ പോളിസി പ്രയോഗിക്കേണ്ടത്, എങ്ങനെ പ്രയോഗിച്ചാൽ അടഞ്ഞുകിടക്കുന്ന ആ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് പുനർജീവിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയില്ലാതെ കാടടച്ച് വെടിവെച്ചിട്ട് യാതൊരു കാര്യം എന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ 40 വർഷം പുറകിലാണ്. അതിൻ്റെ കൂടെ കൃത്യമായ റോഡ് മാപ്പ് ഇല്ലാതെ പൊതുവെ ഉള്ള ഒരു പദ്ധതി എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് ഇതിനെ കൊണ്ടുപോയാലും കണ്ടാലും അതുപോലെ തന്നെ ചെയ്താലും അതിന്റെ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. K-Phone എന്ന് പറഞ്ഞ ഒരു പദ്ധതി, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കൊടുക്കും, നല്ല കാര്യമാണ്. പക്ഷെ ഇന്ന് എന്താണ് നടന്നത്? കുറെ പൈസ ചെലവാക്കി 200 കോടിയോ 300 കോടിയോ 2000 കോടിയോ ചെലവാക്കി എന്ന് പറയുന്നു. ഇതേ സംഗതി റിലയൻസോ എയർടെല്ലോ ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അത്
അവരുമായി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടവർക്ക് അവർക്ക് ഈ 200 കോടിയുടെ കാര്യമില്ല, അവർക്ക് കൊടുക്കേണ്ട വർഷം മേ ബി ഒരു 50 കോടിയോ 100 കോടി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർ എന്നേ കൊടുത്തു കഴിഞ്ഞു, അവർക്കും സന്തോഷം, സർക്കാരിനും ലാഭം. പക്ഷെ നമ്മൾ കെ ഫോൺ, കെ റെയിൽ, കെ പരിവഹൻ, ഇടയ്ക്ക് ഓള ഉബറിന്റെ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു കെ പരിവഹൻ എന്തോ ഒരു ആപ്പ് ചെയ്തു. ഞാൻ കേട്ടത് അത് ഡൗൺലോഡ് ചെയ്ത് ഓടിക്കാൻ നോക്കിയ ടാക്സിക്കാര്, ഒരു ടാക്സി ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ അതിനെ സർവീസ് ചെയ്യാൻ വേണ്ടി അവർ പോയപ്പോൾ ഒരു 5 ടാക്സി അവിടെ എത്തി എന്നാണ് പറയുന്നത്. നമ്മൾ ഉബേറോ ഓളോ ബുക്ക് ചെയ്യുമ്പോൾ ആ ടാക്സികൾ ഒരു ടാക്സി എത്തത്തുള്ളൂ, ഇത് 5 ടാക്സികൾ എത്തി, അവരെല്ലാം വന്ദിച്ചു പോയി. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വേലകൾ ചെയ്യുന്ന അപഹാസ്യരാകുന്ന ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരേ ഒരു പരിഹാരമുള്ളൂ. എന്ത് പദ്ധതികൾ, നവ കേരള പദ്ധതികൾ കൊണ്ടുവന്നാലും അതിനെ പറ്റി സ്റ്റഡികൾ നടത്തി, പഠനങ്ങൾ നടത്തി, എന്തിനു വേണ്ടിയാണ്, അതിന്റെ റോഡ് മാപ്പ് എന്താണ് എന്നുള്ള ഒരു വ്യക്തമായ ധാരണയില്ലാതെ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഒന്നുകൊണ്ട് മാത്രമാണ്, നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ ലേറ്റാണ്, നമ്മൾ വളരെ വൈകിയാണ് ഈ വിവേകങ്ങൾ നമ്മൾക്ക് ഉദിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കരുതലോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതൊക്കെ പാഴ്വാക്കുകളായിട്ട് തീരുകയുള്ളൂ. കേരളം എവിടെ തുടങ്ങിയോ ഇന്ന് നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ നിൽക്കേണ്ട ഒരു ഗതികളിലേക്ക് നമ്മൾ മാറും. അങ്ങനെ ഉണ്ടാകാതെ പഠനങ്ങളിലൂടെ, വ്യക്തമായ റോഡ് മാപ്പിലൂടെ ഈ നവകേരള പദ്ധതികൾ നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാരിനാണേലും കോൺഗ്രസ് സർക്കാരിനാണേലും കഴിയുമാറാകട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.